നേരത്തെ വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായി ഉയർത്തിയിട്ടുള്ള തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടി ശക്തമായി ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ, അതിന്റെ ഒരു രത്നച്ചുരുക്കം, അതിൽ ശിക്ഷാവിധിയിൽ ഒരു തരത്തിലുള്ള ഇളവും പാടില്ല, പരമാവധി ശിക്ഷ തന്നെ കേതൽ ജിൻസൺ രാജയ്ക്ക് നൽകണം എന്ന് ആവർത്തിച്ച് ചില കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോടതിയിൽ പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനം കേഡൽ നടത്തിയ ആസൂത്രണമാണ്. അതായത് 2017 ഏപ്രിൽ 5 ആദ്യ 3 കൊലപാതകങ്ങൾ നടത്തുന്ന തലേ ദിവസം തന്നെ ഈ പ്രതി മോപ്പടക്കമുള്ള കാര്യങ്ങൾ വാങ്ങി സൂക്ഷിച്ചു. മാത്രമല്ല ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി മുൻകൂട്ടി വാങ്ങിയിട്ടുള്ള ആയുധം, അത് ഈ സ്റ്റാൻലി സ്കാർപ്പന്റെ സാക്സ് എന്ന മഴു, അതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുകയും അതിന്റെ മൂർച്ച കൂട്ടുകയും ഒരു ഡമ്മി ഉണ്ടാക്കുകയും അതിൽ വെട്ടിപ്പരിശീലിക്കുകയും അതേപോലെ തന്നെ സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് പരിചയിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഇന്നും ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. പ്രതിക്ക് മാനസാന്തര സാധ്യതയില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട അന്ധയായിട്ടുള്ള ഈ ലളിത എന്ന് പറയപ്പെടുന്ന ബന്ധു, അവർ അന്ധയാണ്, 70 വയസ്സുള്ള സ്ത്രീയാണ്. അവർ ഈ പ്രതിക്ക് ഈ കൊല്ലപ്പെടുന്ന ഒരാഴ്ച മുൻപ് കൂടി 1 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ടും പ്രതി ക്രൂരകൃത്യം ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ നൽകിയില്ലെങ്കിൽ ആപത്താണെന്നും ഇയാൾക്കെതിരെ മൊഴി നൽകിയവരുടെ ജീവന് ആര് സംരക്ഷണം നൽകും എന്നുള്ള വാദം കൂടി പ്രോസിക്യൂഷൻ ഉയർത്തുന്നുണ്ട്. വളരെ ബുദ്ധിപൂർവ്വം കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ബുദ്ധിമാനാണ് പ്രതി. 4 പേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച പ്രതി ഒരു തരത്തിലും മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാനസാന്തരം അതല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള വാദം അത് കോടതി പരിഗണിക്കരുത് എന്നുള്ളത് കൂടി പ്രോസിക്യൂഷൻ ഇന്ന് ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. 4-5 പേരെയും കൊല ചെയ്ത കേസുകൾ വേറെയുണ്ട്. പക്ഷേ പാലൂട്ടി വളർത്തിയ അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ക്രൂരമായി കൊലപ്പെടുത്തുക, നിരാലംബയ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത് അപൂർവമാണ്. തന്റെ മേൽക്കുള്ള അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്താണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത്. ഇഷ്ടപ്പെടാത്ത കോഴ്സിന് പഠിക്കാൻ വിട്ടതാണ് പ്രശ്നമെങ്കിൽ വേറെ കോഴ്സ് നോക്കണമായിരുന്നു, അല്ലാതെ അരും കൊല അല്ലായിരുന്നു വേണ്ടത് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. അതേസമയം പ്രതിഭാഗമാകട്ടെ ഈ പോലീസിന്റെ കള്ളക്കഥകൾക്ക് 1-ാം സാക്ഷി കൂട്ടുനിന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ പ്രതിക്ക് പ്രതി മാനസികാരോഗ്യം അഭിനയിക്കുന്നെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? മാനസികാരോഗ്യ വിദഗ്ധൻ മോഹൻ റോയുടെ റിപ്പോർട്ട്, ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയ വെറും റിപ്പോർട്ട്, അതൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയത് മാത്രമാണ്. ആ രേഖ വ്യാജമാണെന്ന് കൂടി പ്രതിഭാഗം ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് വിചാരണഘട്ടത്തിൽ പ്രതിഭാഗത്തിന്റെ ഒരേ ഒരു വാദം കേതൽ ജിൻസൺ രാജയ്ക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ട്രയലിന് പരിഗണിക്കുമ്പോൾ തന്നെ വിശദമായ മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ച ട്രയലിന് യോഗ്യനാണ് അല്ലെങ്കിൽ ട്രയലിന് പ്രാപ്തിയുണ്ട് എന്നുള്ള കാര്യം നിശ്ചയിച്ച ശേഷമായിരുന്നു കോടതി ട്രയൽ അടക്കം തുടങ്ങിയത്. ഏതായാലും അതടക്കമുള്ള വാദങ്ങൾ പ്രതിഭാഗം ഒന്നുകൂടി ആവർത്തിച്ചു എന്നുള്ളതാണ്. പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ നൽകണം എന്ന പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 1:15 വിധി പറയും. ഏതാണ്ട് 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ നന്തൻകോട് കൂട്ടക്കൊലപാതക കേസിൽ 1:15 തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. ആഷ്മി. ഡോക്ടർ മോഹൻ റോയ് ഈ മേഖലയിൽ വലിയ അനുഭവപരിചയമുള്ള ആളാണ്. അത് എന്താണ് ഈ പറയുന്ന കേഡലുമായി വിശദമായി സംസാരിക്കുകയും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 1-ാം തരം ഉടായ്പാണ്, അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോലീസിനെ വഴിമാറ്റി വിടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ആധികാരികമായി തയ്യാറാക്കിയ ഡോക്ടർ മോഹൻ റോയുടെ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അത് വ്യാജമാണ് എന്ന് പ്രതിഭാഗം പറയുന്നത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമല്ലേ ഷഫീദ്? ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം ഈ 2017 ഏപ്രിൽ 10 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കേതലിനെ പോലീസ് പിടികൂടുന്നത്. അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യവും പിന്നാലെ ഏതാണ്ട് 5 ദിവസത്തിന് ശേഷം ഈ മാനസികാരോഗ്യ വിദഗ്ധൻ ആദ്യം കേതലിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ തന്നെ കേതൽ പറഞ്ഞ കാര്യങ്ങളും രണ്ടും രണ്ടാണ്. ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാം. അത് ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഈ സ്വർഗപ്രവേശന ആഭിചാര വിദ്യ എന്ന് കേതൽ നുണ പറഞ്ഞു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇയാൾക്ക് കാര്യമായ അറിവില്ല എന്ന് പിന്നീട് ചോദ്യം ചെയ്യലടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ആസ്ട്രൽ പ്രൊജക്ഷനും ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തി. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പ്രതി തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ കാര്യം മാത്രമാണ്. പ്രതിയുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചില്ല. അതല്ലാതെ പ്രതി ആശ്രമത്തിൽ പോയി ആസ്ട്രൽ പ്രൊജക്ഷൻ പഠിച്ചതാണോ എന്ന് പ്രോസിക്യൂഷൻ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതി ഇൻട്രോവേർട്ട് ആണെന്ന് വാദിഭാഗം തന്നെ പറയുന്നുവെന്നും ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ
പ്രതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് പഠിച്ചു, അത് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി നിന്ന് പഠിച്ചതാണോ? പ്രതിക്ക് ആകെയുള്ളൊരു സാധ്യത ഇന്റർനെറ്റ് സെർച്ചിലൂടെ ഇക്കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ്. എന്നാൽ പ്രതിയുടെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ളൊരു സെർച്ച് ഇല്ല എന്നുകൂടി ഈ ഓൺലൈൻ വിവരങ്ങൾ നിരത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാകാം ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ളൊരു കഥ, അതല്ലെങ്കിൽ ഈ സ്വർഗപ്രവേശന ആഭിചാര വിദ്യ, ദുർമന്ത്രവാദ വിദ്യ, ദുർമന്ത്രവാദ കഥയൊക്കെ ഒരു കെട്ടുകഥ മാത്രമാണ്, ഒരു നുണക്കഥ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതി അതിനെക്കുറിച്ച് അറിവോ അതല്ലെങ്കിൽ കൂടുതൽ റിസർച്ചോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പ്രതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ്. ഇതിന്റെ മോട്ടീവ് എന്ന് പറയപ്പെടുന്നത് മാതാപിതാക്കളോടുള്ള പക. കാരണം ഈ കേദർ ജിൻസൺ രാജ +2 വരെയാണ് പഠിച്ചത്. ഈ പ്രൊഫസർ രാജാ തങ്കത്തിന്റെ കുടുംബത്തിൽ ഉള്ളവരെല്ലാം വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പ്രൊഫസർ രാജാ തങ്കം, പിതാവായിട്ടുള്ള പ്രൊഫസർ രാജാ തങ്കം പലപ്പോഴും കേദലിനെ ഒറ്റപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല മാതാപിതാക്കളും അതേപോലെ സഹോദരിയും വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതടക്കം കേദലിന് പ്രശ്നമുണ്ടാക്കി. ഇതൊക്കെയാണ് ഇതിന്റെ മോട്ടീവ് എന്ന് പ്രോസിക്യൂഷൻ ഇന്നും അടിവരയിട്ട് പറയുന്നു. അതല്ലാതെ ദുർമന്ത്രവാദമോ ആസ്ട്രൽ പ്രൊജക്ഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇതിന്റെ ഭാഗമായിട്ടില്ല. അങ്ങനെയൊക്കെ പ്രതി പറഞ്ഞത് രക്ഷപ്പെടാനാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഹഷ്മി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കൊലപാതകം നടത്താൻ പ്രതി മുൻകൂട്ടി നിശ്ചയിക്കുന്നു. അതിൽ ഈ അമ്മയും അച്ഛനും ഒക്കെ വിദേശത്തേക്ക് കടക്കും മുൻപ് കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന ഒരു മുൻധാരണ പ്രതിക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നതിന് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മഴു വാങ്ങുന്നത്, കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴു വാങ്ങുന്നത്, മറ്റു ചില കാര്യങ്ങൾ ക്ലീനിങ് എക്യുപ്മെന്റ്സുകൾ വാങ്ങുന്നു. അതിനുശേഷം ഏപ്രിൽ 5-ാം തീയതി കൊലപാതകം, 6-ാം തീയതി ഈ അവസാനത്തെ കൊലപാതകം ബന്ധുവായ ലളിതയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി 7-ാം തീയതി തന്നെ തൊട്ടടുത്ത ദിവസമായ 7-ാം തീയതി ഇത് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. മാനസിക സ്ഥിരതയുള്ള ആളാണെങ്കിൽ മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 8-ാം തീയതി വീണ്ടും ഈ മൃതദേഹം നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ഇത് പുറത്തേക്കറിയും എന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ പ്രതി സ്വന്തം ഐഡന്റിറ്റി കാർഡും അതേപോലെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയും എടുത്തുകൊണ്ട് കൃത്യമായി ചെന്നൈയിലേക്ക് ഒളിവിൽ പോകുമായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല കസ്റ്റഡിയിലായതിനു ശേഷം പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പ്രതി പറഞ്ഞത് താൻ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു, ഈ കൊലപാതക വിവരം അറിഞ്ഞാണ് തിരികെ നാട്ടിലേക്ക് എത്തിയത് എന്ന് കള്ളം പറഞ്ഞത് എന്തിന് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള വാദമൊന്നും കോടതിയിൽ ഒരു തരത്തിലും നിലനിൽക്കില്ല. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള പ്രതിഭാഗം വാദം, അതും ഈ ശിക്ഷയിൽ ഇളവ് നേടാനുള്ള തന്ത്രം മാത്രമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ഒരു മാനസികവും ഇല്ല. ഈ പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നോ അല്ലെങ്കിൽ ആത്മാവ് പോകുന്നത് കാണാനാണോ എന്നൊക്കെ പറയുന്നത് 1-ാം നമ്പർ തട്ടിപ്പാണ്. ദേഷ്യം വന്ന് വെട്ടിക്കൊന്നതിൻ്റെയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അത് ശരിവെച്ചത് ഈ പറഞ്ഞ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നുള്ളത് ഡോക്ടർ മോഹൻ റോയുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമായതുമാണ്. അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. 1.25 അതിൽ ശിക്ഷാവിധി ഉണ്ടാകും. അപൂർവം ആയ കേസാണ്, അതുകൊണ്ട് വധശിക്ഷ നൽകണം എന്നാവശ്യപ്പെടുന്നു പ്രോസിക്യൂഷൻ. പക്ഷേ പൊതുവെ വധശിക്ഷയ്ക്ക് നമ്മുടെ കോടതികൾ ഇപ്പോൾ അത്ര അനുകൂലമല്ല എന്നതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഏത് ശിക്ഷാവിധി അവിടെ ഉണ്ടാകുമെന്ന കാര്യം. ഓക്കെ.